അടിക്കലാങ്ങളാ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ്. അടിപൊളി ലുക്ക്, മാരക ലുക്ക്. എന്ത് ലുക്കാണിത്? പൊളി. ഇതെന്താ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? ഇപ്പൊ എവിടെയാ? എയറിലാണോ അല്ലെങ്കിൽ ഭൂമിയിലാണോ? ഇപ്പൊ ബഹിരാകാശത്തിന്റെ മുകളിലേക്കുള്ള സംഭവം, അതിന്റെ മുകളിലാണ് ഇപ്പൊ ഞാനുള്ളത്. അതെല്ലേ? ഇതാണ് പറയുന്നത്, കണ്ടങ്ങിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. എപ്പോഴാണ് ഇങ്ങനെ ഒരു റാപ്പ് എടുക്കണം എന്ന് തോന്നിയേ? അന്ന് എയറിലാണെന്ന് തോന്നി. മനഃപൂർവ്വമാണ്? കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ആഹാ, അപ്പൊ സങ്കടമൊന്നുമില്ലേ? എന്തിന് നമ്മള് എഴുതുന്ന സ്വന്തം ഒരു സാധനത്തിന് ഇത്രമാത്രം ആളുകൾ നെഗറ്റീവ് പറയുമ്പോ അതിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ തൊലിക്കെട്ടിയാലേ? ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഇടയ്ക്കിടയ്ക്ക് എനർജി ഇത്രയല്ലേ? എനർജി ആയിരുന്നെങ്കിൽ എന്റെ പാട്ട് കിട്ടാൻ മതി. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി. ഞാൻ ഇങ്ങനെ ഒരാളെ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. സത്യോ? ആ, സത്യമായിട്ടും ഇഷ്ടം. സത്യം സത്യം. നിങ്ങൾ കല്യാണം കഴിച്ചതാ? ഞാൻ കല്യാണം കഴിച്ചതാ. ചമ്മിയൊന്നുമില്ലല്ലോ. അവര് ഈ വഴി ഇങ്ങനെ പോയപ്പം അല്ലാണ്ട്. നിങ്ങൾ മനഃപൂർവ്വം അങ്ങോട്ട് നെഗറ്റീവ് ചെയ്യല്ലേ അല്ലേ? അപ്പൊ അത് കാണുന്ന ഓഡിയൻസ് ആണോ ശരിക്കും പൊട്ടന്മാര്? ആഹാ. എന്റെ വർക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ആരായി? നിങ്ങൾ പൊട്ടാൻ. അപ്പൊ ഞാൻ ആരായി? നിങ്ങൾ പൊട്ടാൻ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട്. ഇങ്ങനത്തെ പ്രശ്നം പൊട്ടനാകാൻ ഒരു ഭാഗ്യം വേണം. അതിവനില്ല. ശരിക്കും എങ്ങനെയാ? പൊട്ടനാണോ? പൊട്ടനെ അഭിനയിക്കുകയാണോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എനിക്ക് സ്നേഹം തോന്നിയില്ല എന്നോട്? എനിക്കോ? നേരത്തെ എന്നെ നോക്കിയില്ലേ? ഇങ്ങനെ കോലത്തിൽ ആരാ നോക്കാത്തെ? ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇതൊക്കെ എവിടെന്ന് കെട്ടും കുറ്റിയും പഠിച്ച് വരുന്ന പഠിച്ചോനെന്നാ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ പ്രപ്പോസൽസ് വന്നോ ശരിക്കും? വന്നോ? എനിക്ക് ഓൾറെഡി എന്താ പറയാ ലൈൻ ഉണ്ടോണ്ട് വരൂല. അപ്പൊ ഇപ്പഴുണ്ട് അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഓ, ധ്വനി മനസ്സിലായി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അത് ഞാൻ അത്ര ഊളയാണോ നിങ്ങൾ പറയുന്നത്? മനസ്സിലാക്കി കളഞ്ഞല്ല. അത് ഞാൻ അത്ര ഊളയാണോ നിങ്ങൾ പറയുന്നത്? ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. അതായത് ആളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഈ പാട്ടിറങ്ങിയ ശേഷം ഉണ്ട്. നമ്മളെ ദിലീപിന്റെ പഞ്ചാബി ഹൗസില്ലേ, അതിലൊരു പൊട്ടനില്ലേ? ഞാൻ പിന്നെ പൊട്ടനാണ്. അതൊന്നും വേണ്ട, അഭിനയമൊന്നും വേണ്ട. അല്ല, മീൻസ് അഭിനയിക്കേണ്ടെന്ന് പൊട്ടനായതുകൊണ്ട്. അതേപോലെ തന്നെ ദിലീപ് പൊട്ടന്റെ വേറെ സംഭവമുണ്ട്. നമ്മളെ പച്ചക്കുതിര ആയിരിക്കും. നമ്മുടെ സിനു കാസർഗോഡിന് 2 ബ്ലാക്ക് കാറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സിനുവിന്റെ 2 ഫ്രണ്ട്സ് ആണ്. വിടതരൂ പിതാമഹ. ആയുഷ്മാൻ ഭവ. പേര് തെളിക്കൂ കൃഷ്ണ.